ക്ഷേമ പെൻഷൻ തട്ടിപ്പ് അവസാനിപ്പിക്കാൻ മൊബൈൽ ആപ്പ് വരുന്നു. പെൻഷൻ നേരിട്ട് വിതരണം ചെയ്യുന്നതിലൂടെയുള്ള തട്ടിപ്പ് തടയാനാണ് ഈ ആപ്പ് കൊണ്ടുവരുന്നത്. നേരിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നത് മൊബൈൽ പകർത്തി ആപ്പിൽ അപ്ലോഡ് ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, അതൊരു നല്ല നീക്കമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്താൻ കഴിയുകയും ഇതിൽ കുറച്ചുകൂടി ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ തട്ടിപ്പുകാർ രംഗം വിട്ടോളുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുഡ് മോർണിംഗ് എസ്. എന്തായാലും ഇത് നേരത്തെ നടപ്പാക്കേണ്ടതായിരുന്നു. എന്തായാലും ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ എന്തായാലും ആപ്പ് എത്രയും വേഗത്തിൽ നടപ്പാക്കാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. അതായത് ക്ഷേമ പെൻഷൻ നേരിട്ട് കൈകളിൽ എത്തിച്ച് വിതരണം ചെയ്യാൻ സഹകരണ വകുപ്പിലെ ഏജന്റുമാരെയാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അവർ ഇങ്ങനെ ക്ഷേമ പെൻഷൻ വാങ്ങാൻ അർഹരായ ആളുകളുടെ വീട്ടിൽ ക്ഷേമ പെൻഷൻ കൊണ്ടെത്തിക്കുമ്പോൾ എത്തിച്ച് ക്ഷേമ പെൻഷൻ കൈമാറുന്നത് കൃത്യമായി ഫോട്ടോയിൽ എടുക്കണം. ആ ഫോട്ടോ എടുത്ത് സർക്കാർ നിർദ്ദേശിക്കുന്ന ആപ്പിൽ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത ശേഷമായിരിക്കും ഇത് അപ്രൂവൽ ഉണ്ടാവുക. ഈ രീതിയിലുള്ള നിർദ്ദേശമാണ് നടപ്പാക്കാൻ പോകുന്നത്. അതോടൊപ്പം ഫേസ് ഡിറ്റക്ഷൻ ആപ്പ്, അതായത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ പെടുന്ന ആളുകളുടെ ഫോട്ടോ ഓൾറെഡി ഈ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ഫേസ് ഡിറ്റക്ഷൻ ആപ്പ് വഴി അത് തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഇതെങ്ങനെ നടപ്പാക്കണം എന്നുള്ള കാര്യത്തിലെല്ലാം ഇനി ചർച്ചകളിലൂടെ മാത്രമേ തീരുമാനമാവൂ. ഇപ്പോൾ ധനവകുപ്പാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് നടപ്പാക്കേണ്ടത് സഹകരണ വകുപ്പും തദ്ദേശ വകുപ്പും കൂടി ചേർന്നായിരിക്കും. കാരണം സഹകരണ വകുപ്പിലെ ഏജന്റുമാരുമാണ് നേരിട്ട് ഈ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അടുത്ത് ഈ പണം കൊണ്ടെത്തിക്കുന്നത്. പല തട്ടിപ്പുകൾ നേരിട്ട് പണം എത്തിക്കുന്നതിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. അതായത് നേരിട്ട് ഇപ്പോൾ മരണപ്പെട്ടു പോയവരുടെ പേരിലുള്ള പണം പല ഏജന്റുമാരും സ്വന്തമായി പേരിൽ ഒപ്പിട്ട് സ്വന്തം കീശയിലാക്കുന്നു എന്നതടക്കമുള്ള പരാതികൾ വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ക്ഷേമ പെൻഷൻ കൈമാറാൻ ചെയ്യുന്നത് അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് ആപ്പിൽ അപ്ലോഡ് ചെയ്ത് അത്തരം തട്ടിപ്പുകൾ തടയിടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എസ് കെ എൻ ാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇങ്ങനെ ഒരു ആപ്പ് കൊണ്ടുവരികയും, അതായത് ഫേസ് ഡിറ്റക്ഷൻ എന്നുള്ള നല്ല പരിപാടിയാണ്. അതോടൊപ്പം തന്നെ ഈ ആൾ ഒറിജിനലാണോ എന്നുകൂടി സോഫ്റ്റ്വെയറിൽ സംഭവം ഉണ്ടെങ്കിൽ ഈ തട്ടിപ്പുകാരുടെ എണ്ണം കുറയും. സുനിൽകുമാർ പറയുന്നു, കേരള സമാജ് ഉഗാണ്ട 24 ഈ വയനാട് ദുരന്തത്തിൽ ജീവിത മാർഗം നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കാൻ ആലോചിക്കുന്നു. നല്ല കാര്യം സുനിൽകുമാർ, താങ്കൾ ഉഗാണ്ടയിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.